ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ വീഡിയോയിൽ സിമ്പിൾ മേക്കപ്പ് ലുക്ക് നോക്കുന്നവർ മാത്രം മതി. കാരണം ഇതെന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ HD മേക്കപ്പ് അങ്ങനത്തെ ഒന്നുമല്ല, ഒരു സിമ്പിളായിട്ട് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റുന്നൊരു വീഡിയോ ആണ്. കാരണം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഓണൊക്കെയാണ് വരുന്നത്, അതുപോലെ സ്റ്റുഡൻസിനൊക്കെ കോളേജിലും ഒക്കെ ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ അവർക്ക് നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്യാം, വേറെ ആരുടെ സഹായം ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് ചെയ്യാം എന്ന് നോക്കാനാണ്. പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് വെച്ച് നമുക്ക് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വിചാരിക്കേണ്ടത് നമ്മൾ സ്കിൻ പ്രെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്കിൻ പ്രെപ്പ് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബേസ് നല്ല അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഫിനിഷിങ് ഉണ്ടാവില്ല, നല്ല ബോറായിരിക്കും, നല്ല വൈറ്റിഷ് ആയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് മേക്കപ്പിൻ്റെ ബേസ് തൊട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് തരണം. എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം എങ്ങനെയാണ് മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് വെച്ച് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത്ര ഫിനിഷിങ് ഉണ്ടാവില്ല. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ബേസാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഒരു മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ പ്ലസ് ഒരു സ്കിന്നിൻ്റെ ഒരു സെറമോ എന്തെല്ലാം യൂസ് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ലാക്മിയുടെ വൈറ്റമിൻ C ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയറും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഒരു ഫൗണ്ടേഷനാണിത്. നല്ലൊരു ഫൗണ്ടേഷനാണ്. കാരണം ഞാൻ മിക്കപ്പോഴും പണ്ടൊക്കെ യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിൻ ടൈപ്പും സ്കിൻ കളറും നോക്കാണ്ട് ഞാൻ വാങ്ങിയിട്ട് ഒരു മാച്ചിൽ ആൻഡ് ഗ്രേ ഷർട്ട് എപ്പോഴും വരാറുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ കിട്ടിയൊരു സൊല്യൂഷനാണ് ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ലാക്മിയുടെ ഒരു പൗഡർ മാറ്റാണ്. ഇതെന്ന് പറയുന്നത് ഒരു സൺ എക്സ്പേർട്ടും കൂടെയാണ്. ഞാൻ കുറച്ചും കൂടെ സൺ പ്രൊട്ടക്ഷനും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചെന്നുള്ളൂ. ഇത് നല്ല അതിന് മാച്ചായിട്ടുള്ളൊരു പൗഡറും കൂടിയാണിത്. നെക്സ്റ്റ് വന്നിട്ട് ഞാനൊരു ഹൈലൈറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഹൈലൈറ്റർ നല്ല എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐ ഷാഡോ പാലറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഐ ഷാഡോ ഇതാണ്. പിന്നെ ഞാനൊരു ലോറിയലിൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഈ വീഡിയോയിലാണ് ഞാനിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഷെയ്ഡ് വന്നിട്ട് കളർ റിച്ചിൻ്റെ 265 റോസ് പെർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഐലൈനർ എന്ന് പറയുമ്പോൾ ഞാൻ നോർമലായിട്ട് പണ്ട് മുതലേ യൂസ് ചെയ്യുന്ന ഡാസ്ലറിൻ്റെ എനിക്കെന്തോ ഇതാണ്, അധികം റേറ്റും ഇല്ല, അതുപോലെ നല്ല ഫ്ലോ കിട്ടാറുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. സോ ഞാൻ സജസ്റ്റ് ചെയ്യും ഡാസ്ലറിൻ്റെ ഈ ഒരു ചെറിയ ഒരു ഐലൈനറാണ് ഞാൻ യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ മസ്കാര എന്ന് പറയുന്നത് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഒരു നോർമൽ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ലിപ് ബാം എന്ന് യൂസ് ചെയ്യുന്നത് എൻ്റെ ലിപ്പ് കുറച്ച് ഡ്രൈ ആയിട്ടുള്ളൊരു ലിപ്പാണ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട, സെല്ല ടൈപ്പ് കൊണ്ട് ഞാനിത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ റാപ്പ് ചെയ്തതാണ്. പിന്നെ അത് പൊളിച്ചു കളഞ്ഞപ്പോൾ ഇങ്ങനെയായി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഐബ്രോസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പൗഡറാണ്. അത്യാവശ്യം ഷെയ്ഡ്സ് ഉണ്ട്, ലൈക്ക് ബ്ലാക്ക്, ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ എന്നൊരു ഷെയ്ഡാണ് ഇത് തന്നെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഒരു എന്താ പറയുക ലിപ് ഗ്ലോസ്. നല്ല എന്താ പറയുക ഗ്ലോസി ആയിട്ടൊരു ലിപ് ഗ്ലോസാണ് ഇത്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടെങ്കിൽ നല്ല രസം കാണാനായിട്ട്. അപ്പോൾ പിന്നൊരു ലിപ് ലൈനർ ഉണ്ട്. ഇത് യൂസ് ചെയ്ത് ഇങ്ങനെയായി. നമുക്ക് ഏത് ലിപ് ലൈനർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ നോക്കാം. ഇത് ബിഗിനേഴ്സിന് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാരണം ചിലർക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു കൺഫ്യൂഷനോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ പറയുകയാണ്, ഞാൻ എൻ്റെ ഫോണിൻ്റെ എന്താ പറയുക ക്യാമറ നോക്കിയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് നമ്മൾ മിററിൽ നോക്കണ അത്രയ്ക്കും പെർഫെക്ഷൻ ഇല്ലെങ്കിലും അത്യാവശ്യം കിട്ടും. ഞാനത് ആദ്യമേ പറയുകയാണ്. കാരണം നമ്മൾ വേറെ ഒരാൾക്ക് ചെയ്ത് കൊടുക്കണവരല്ല നമുക്ക് തന്നെ ഫോണിൻ്റെ ക്യാമറ നോക്കി ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റെ ഹെയർ ഒന്ന് കെട്ടി വയ്ക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ബേബി ഹെയറൊക്കെ മുഖത്തോട്ട് വരും. മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല മുടി ഇങ്ങനെ മുഖത്തോട്ട് വരുന്നത്. കുറച്ചിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. 2 ഫിംഗർ റൂൾ വെച്ചിട്ട് നമ്മൾ നന്നായി മസാജ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായി മോയ്സ്ചറൈസ് ചെയ്ത് നമ്മുടെ ഫേസ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെറം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ കുറച്ചും കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫൗണ്ടേഷനാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹാൻഡിൽ എനിക്ക് ഇങ്ങനെയാണ് ശീലം, ഇങ്ങനെ ഇടും. ശരിക്കും ഇത് വെച്ചിട്ട് നമുക്ക് ഫേസിൽ ഇങ്ങനെ ചെയ്താൽ മതി, പക്ഷെ എന്തോ ഞാനിങ്ങനെ ശീലിച്ചു പോയി. നമ്മുടെ ഫേസിൻ്റെ കളർ എന്ന് പറയുന്നത് ഇപ്പോഴും ഈവൻ ടോൺ ആയിരിക്കില്ല. ഇപ്പോൾ ഇവിടെ ഒരു ഡാർക്ക് ഷെയ്ഡായിരിക്കും, അല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെ, അങ്ങനെ പല പല കളറായിട്ടിരിക്കും നമ്മുടെ ഫേസ് ഇരിക്കുക. അപ്പോൾ എവിടെയാണോ ഡാർക്ക് ഷെയ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ നമ്മുടെ ഫൗണ്ടേഷൻ കുറച്ചധികം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് വരുന്ന ഏരിയാസിൽ ഞാൻ ആദ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ കുറച്ച്, പിന്നെ ചിലവർ മോയ്സ്ചറൈസർ ഒന്നും ഇടാണ്ട് ഡയറക്റ്റ് ഫൗണ്ടേഷൻ കൊണ്ടിടും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നല്ല വൃത്തികേടായിട്ടുണ്ടാവും, അത് എത്ര നല്ല ഫൗണ്ടേഷൻ ആണെങ്കിലും. പിന്നെ ഞാൻ ഈ ഫൗണ്ടേഷൻ്റെ എന്താ പറയുക, പേര് പറഞ്ഞില്ല, ലാക്മേയുടെ ആണ്. അതുപോലെ വാം ബീച്ചിൻ്റെ W240 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ദിസ് വൺ. ഇത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മുടെ സ്കിൻ ടൈപ്പും കളറുള്ളവർക്കൊക്കെ. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. ഞാൻ ക്യാമറ കഴിഞ്ഞിട്ട് പിന്നെ മിററിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ ഇതിനേക്കാളും അടിപൊളിയാണ് ശരിക്കും ഡയറക്റ്റ്. അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുകയാണ്, നിങ്ങൾക്കൊരു ഹാക്ക് പറഞ്ഞുതരാം. നമ്മൾ ബഡ്സ് വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ഐബ്രോസ് ഞാൻ ചെയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കയ്യിലിങ്ങനെ ആക്കും, എന്നിട്ട് കുറച്ച് ബഡ്സൊക്കെ വെച്ചിട്ട് ഇതിനെ ഷേപ്പ് ചെയ്യും. എനിക്ക് ഹെയർ ഇങ്ങനെ താഴോട്ട് വരും. അപ്പം ഞാൻ ഇവിടേക്ക് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഹൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതെൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണ്. പക്ഷെ നമുക്ക് ഈ മസ്കാര വെച്ചിട്ട് അപ്പോൾ ഇതിൽ മസ്കാര ഉണ്ടാവില്ലല്ലോ, അപ്പം ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഷേപ്പായിട്ട് നിൽക്കും. അതിനുവേണ്ടി ഞാനിത് എടുത്ത് വെച്ചേക്കാം, ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കുക. ഇത് നമ്മുടെ ഐബ്രോസാണ് നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഷേപ്പ്, ഒരു ഭംഗി. ഐബ്രോസ് നല്ലതാണെങ്കിൽ ഫേസ് നല്ല ഭംഗി ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഐബ്രോസും ഐസും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മേക്കപ്പ് അടിപൊളിയായി എന്നാണ് എൻ്റെ ഒരു മീനിങ് വരിക. അടിപൊളിയാവും അങ്ങനെ. അപ്പോൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ ഭയങ്കര വെട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഞാൻ ചെയ്തതിനൊരു വ്യത്യാസം മിററിൽ പോകുമ്പോഴാണ് കുറച്ചും കൂടെ അറിയുക. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പാക്ട് പൗഡർ നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പൗഡർ അപ്ലൈ ചെയ്യാണ്. ഇത് സൺ പ്രൊട്ടക്ഷനും കൂടി ഉള്ളതാണ്. ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ. ഓൾറെഡി എനിക്ക് നല്ല കട്ടി പിരികുണ്ട്. അത് നമ്മുടെ പിരികമനുസരിച്ച് കുറച്ച് കട്ടി കുറവുള്ളവർക്ക് നല്ല രീതിക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നേ ഉള്ളൂ. ബ്രൗൺ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഇതിലെ ബ്രൗൺ ഷെയ്ഡാണ്, ഈ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഐ ഷാഡോ ഇടാം. ഞാനൊരു റെഡ് കളർ കോസ്റ്റ്യൂം ആയിരിക്കും ഇടാം. അപ്പം ഞാൻ ഉള്ളതിൽ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഫേവറേറ്റ് പാർട്ട് കാജൽ എഴുതുക. മിക്സ് ഇട്ടിട്ടാണ് ഞാൻ എഴുതാറ്. താഴെ ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. കുറച്ചുകൂടി വലിയ കണ്ണായിട്ട് തോന്നണം അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് മുകളിൽ മാത്രം എഴുതിയാൽ മതി. താഴെ കൂടി എഴുതുമ്പോൾ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഡിഫൈൻ ആവും. അപ്പോൾ ചെറിയ കണ്ണാണെങ്കിൽ ഒന്നും കൂടെ ചെറുതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ ജസ്റ്റ് വിങ്സ് ഇട്ടിട്ട് കണ്ണെഴുതാണ്. നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവാൻ നമ്മൾ
കണ്ണ് എഴുതുമ്പോഴാണ് ഈ കണ്ണിൻ്റെയും ഈ കണ്ണിൻ്റെ ഒരു വ്യത്യാസം. എൻ്റെ ഈ കണ്ണ് കുറച്ചുകൂടി നമുക്ക് വലുതായിട്ട് തോന്നുന്നില്ലേ, ബിക്കോസ് നമ്മളിങ്ങനെ വിങ്സ് ഇട്ട് ഈ എഡ്ജിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി അറ്റം വരെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ യൂട്യൂബിൽ അങ്ങനെ ആക്റ്റീവ് ആയിരുന്നില്ല, ബിക്കോസ് എല്ലാവരെയും പോലെയും സമയം ആവട്ടെ, ഇന്നാവട്ടെ, നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പിന്നെ അങ്ങ് വിചാരിച്ചു ഞാൻ എന്താ പറയുക, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക. സോ ഐ സ്റ്റാർട്ടഡ് മൈ ചാനൽ. സോ ഇനി കണ്ടിന്യൂസ് വീഡിയോസ് എല്ലാം ഉണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് വിചാരിക്കുന്നതാണ്. അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ ചാനൽ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു, അതുപോലെ ബാക്കിയുള്ളവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഇടണം എന്നൊരു മൈൻഡ് വന്നിട്ടുണ്ട്. സോ ഞാൻ എന്നെ അത് ഫോളോ അപ്പ് ചെയ്യും. നമ്മൾ കണ്ണ് എഴുതി കഴിഞ്ഞു. സോ നെക്സ്റ്റ് എന്ന് പറയണത് നമുക്ക് അതുപോലെ കണ്ണ് എഴുതിയാൽ മാത്രം പോരാ, നമ്മൾ നല്ല മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല സെറ്റായിരിക്കും. മസ്കാര ഇടുമ്പോൾ നമ്മൾ ഇങ്ങനെ വെറുതെ ഇടല്ല, ഇങ്ങനെ ചെയ്യണം. അപ്പോഴേ ഒട്ടി പിടിച്ചിരിക്കില്ല. മറ്റേത് നമ്മുടെ ഐലാഷസ് എല്ലാം ഇങ്ങനെ കൂടിയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വിടർന്ന് വരും കണ്ണ്, ലൈക്ക് ദിസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലിപ് ബാം ഇടുക എന്നുള്ളതാണ്. നല്ലോണം ഡ്രൈ ആവുന്നൊരു ലിപ്പാണ് എൻ്റെ. ലിപ്പ് ലൈനർ വെച്ചിട്ട് ആദ്യം ഒന്ന് വരയ്ക്കാം. ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലിപ് ഗ്ലോസ്, ഫൈനലായിട്ടുള്ള സ്റ്റെപ്പായിട്ടുള്ള ലിപ് ഗ്ലോസ് ഇടാം. ഇതെൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. നല്ല ഗ്ലോസി ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണിത്. ജസ്റ്റ് അപ്ലൈ ചെയ്യാം. കാരണം ഡ്രൈ ആയി, കാരണം എനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. പെട്ടെന്ന് അങ്ങനെ ഡ്രൈ ആവാറില്ല. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുള്ള നമ്മുടെ ഹൈലൈറ്റർ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഭയങ്കര ഗിൽറ്ററി പോലത്തെ ഒരു നല്ല ഗിൽറ്റുള്ള സാധനമാണ്. അപ്പോൾ കുറച്ച് ഒന്നിങ്ങനെ യൂസ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ ട്രഡീഷണൽ അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പൊക്കെയാണ് നമ്മൾ ഈ നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഷൈനി ആയിട്ടിരിക്കും. സോ എന്താ ബ്ലഷ് ഞാൻ ലിപ്സ്റ്റിക് തന്നെ യൂസ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കും. കാരണം ബ്ലഷ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, പിന്നെ എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങിക്കണമെന്നും അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവിടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തു, മൂക്കിലൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ എന്താ പറയുക, സൺലൈറ്റിന് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കാരണം ഫേസിലെ മേക്കപ്പ് അത്ര ക്ലിയർ ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിനി എൻ്റെ ഔട്ട്ഫിറ്റും കൂടെ ഇട്ടിട്ട് ഫുൾ ലുക്കിൽ കാണിച്ചു തരാവേ. സോ ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് നല്ല സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ്, അധികം ബൾക്കി ആവാണ്ട് ഗ്രേഷ് ആവാണ്ട് വിത്ത് പ്രോപ്പർ മേക്കപ്പ് ചെയ്ത് നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. പിന്നെ ഹെയർ ഒന്ന് ലൂസ് ടൈപ്പായിട്ട്, ഐ ബിലീവ് ദാറ്റ് ഇങ്ങനെ കുറച്ച് ലൂസ് ടൈപ്പായിട്ടുള്ള ഹെയർ ആയിരിക്കും കേളി ഹെയർസിന് കുറച്ചുകൂടി നല്ലത്. കുറച്ച് മെസ്സായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. സോ സിമ്പിളായിട്ട് ബാംഗിൾസ് ഇട്ട് മാല ഇട്ടു. കമ്പനി ആയിട്ടില്ല, കാരണം എൻ്റെ മുടിയിൽ എന്തായാലും കമ്പനി കാണാൻ പോണില്ല. സോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അത്ര ഓവർ മേക്കപ്പ് അല്ല, സിമ്പിളായിട്ടൊരു മേക്കപ്പാണ്. നിങ്ങളെൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഫേസും ഈ ഫേസും നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ എല്ലാം കൂടെ വന്നപ്പോൾ നല്ല രസമായി. സോ ദിസ് ഈസ് ദ ഹോൾ ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പം എന്തെങ്കിലുമൊക്കെ കമൻസിൽ പറയാനുണ്ടെങ്കിൽ പറയാം. സാരി എടുത്തതൊന്നും ശരിയായിട്ടില്ല, ഐ നോ ദാറ്റ്, ബിക്കോസ് ഞാൻ ഈ ലുക്ക് ഈ മേക്കപ്പിന് ഇത് മാച്ചിങ് ആവാൻ വേണ്ടിയിട്ടിട്ടതാണ്.
സോ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.